നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. PO ജംഗ്ഷനിൽ കാൽനടയാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തിയ അശാസ്ത്രീയമായ കൈവരികൾ മുറിച്ചു നീക്കി. സീബ്ര ക്രോസിംഗിന് തടസ്സമായി കൈവരികൾ സ്ഥാപിച്ചതിനെതിരെ മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. വിദ്യാരംഗം കലാസാഹിത്യവേദി കല്ലൂർക്കാട് ഉപജില്ലാതല ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ് കുറുപ്പമഠം ഉദ്ഘാടനം ചെയ്തു. 111ന്റെ നിറവിൽ സ്മാർട്ടായി എസ്തപ്പാനോസ്. 1917 ജനിച്ച എസ്തപ്പാനോസ് 4 തലമുറയായി ജീവിച്ചിരിക്കുന്നതിന്റെ മഹാഭാഗ്യത്തിലാണ്. കഠിനാധ്വാനം കൊണ്ട് ജീവിതശൈലി രോഗങ്ങളോ മരുന്നോ ഇല്ല ഈ മുതുമുത്തശ്ശന്. കോതമംഗലത്തിന് സമീപം നെല്ലിമറ്റത്ത് കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെ 10ഓടെയാണ് അപകടം. 8 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ അപകടം. മൂവാറ്റുപുഴയിൽ 2 കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 11:30ഓടെയാണ് അപകടം. വാർത്തകൾ വിശദമായി. PO ജംഗ്ഷനിൽ കാൽനടയാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി അശാസ്ത്രീയമായി സ്ഥാപിച്ചിരുന്ന കൈവരികൾ മുറിച്ചു നീക്കി. സീബ്ര ക്രോസിംഗിന് തടസ്സമായി കൈവരികൾ സ്ഥാപിച്ചതിനെതിരെ മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. മൂവാറ്റുപുഴ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ PO ജംഗ്ഷനിൽ കാൽനടയാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി അശാസ്ത്രീയമായി സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് കൈവരികൾ ഒടുവിൽ അധികൃതർ മുറിച്ചു മാറ്റി. സീബ്ര ക്രോസിംഗ് വന്ന് അവസാനിക്കുന്ന ഭാഗത്തെ കൈവരികളാണ് നീക്കം ചെയ്തത്. ഇതോടെ റോഡ് മുറിച്ചു കിടക്കുന്ന യാത്രക്കാരുടെ വലിയൊരു ബുദ്ധിമുട്ടിനാണ് പരിഹാരമായിരിക്കുന്നത്. PO ജംഗ്ഷനിലെ കാൽനടയാത്രക്കാരുടെ സുരക്ഷ പൂർണ്ണമായും അവതാളത്തിലാക്കിക്കൊണ്ട് വരച്ചിരുന്ന സീബ്ര ക്രോസിംഗിനെ കുറിച്ച് മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. റോഡ് മുറിച്ചു കിടക്കാൻ ആളുകൾ ആശ്രയിക്കുന്ന സീബ്ര ലൈൻ വന്ന് അവസാനിച്ചിരുന്നത് റോഡരികിലെ ഇരുമ്പ് കൈവരികളിലേക്കായിരുന്നു. നിയമപരമായി സീബ്ര ലൈൻ വഴി നടന്നുവരുന്ന പ്രായമായവരും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷിതമായി നടപ്പാതയിലേക്ക് കയറാൻ കൈവരികൾ വലിയ തടസ്സമാണ് സൃഷ്ടിച്ചിരുന്നത്. അശാസ്ത്രീയമായ ക്രമീകരണത്തിനെതിരെ കാൽനടയാത്രക്കാരും പൊതുജനങ്ങളും പ്രതിഷേധത്തിലായിരുന്നു. മൂവാറ്റുപുഴ ന്യൂസ് പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഒടുവിൽ അധികൃതർ ഇടപെട്ട് സീബ്ര ക്രോസിംഗിന് തടസ്സമായി നിന്ന ഇരുമ്പ് കൈവരികൾ മുറിച്ചു മാറ്റുകയായിരുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി കല്ലൂർക്കാട് ഉപജില്ലാതല ഉദ്ഘാടനം നടത്തി. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ് കുറുപ്പമഠം ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി കല്ലൂർക്കാട് ഉപജില്ലാതല ഉദ്ഘാടനം നടത്തി. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി ജോസ് കുറുപ്പമഠം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അതിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇന്നത് പുതിയ യുഗമായി. ഇന്ന് ഒരു മൊബൈലും അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഈ അപ്പോൾ ഏത് ലോകത്തേക്ക് നമ്മൾ പ്രയാസം. ഇന്നത്തെ കുട്ടികൾക്ക് ചെറുപ്പക്കാരെ സംബന്ധിച്ച് പത്രധാരായണമില്ല. എന്നെ സംബന്ധിച്ച് പോലും ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത നോക്കാൻ മാത്രമേ പത്രത്തിന് സാധിച്ചുള്ളൂ. മനുഷ്യൻ അതേപോലെ തിരക്കി ജീവിതത്തിലേക്ക് എന്ത് നോക്കിയാലും മൊബൈലിൽ വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ലോകത്തിൻ്റെ അവർക്ക് നേടിയെന്ന കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് തങ്ങളുടെ ഒരു കഴിവ് അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വേദി ഇന്ന് സത്യം പറഞ്ഞാൽ ഒരിടത്തും ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തും പണ്ട് നാട്ടിൽ ചെറിയ വീട് വാങ്ങിച്ചാലൊക്കെ അതെല്ലാം മണ്ണിൽ നിന്ന് പോയിരിക്കുകയാണ്. ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ HSS ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസിയ നെല്ലംകുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആവോലി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാനവാസ് KV മുഖ്യപ്രഭാഷണം നടത്തി. അഭിനയം എന്ന വിഷയത്തിൽ നടന്ന ശില്പശാല മലയാറ്റൂർ സെന്റ് തോമസ് HSS സ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ സാബു തോമസ് നയിച്ചു. ആവോലി പഞ്ചായത്ത് അംഗം ശിവൻ അയ്യപ്പൻ, മൂവാറ്റുപുഴ DO ഇൻചാർജ് KM രാജേഷ്, കല്ലൂർക്കാട് BPO റിജോയ് സക്കറിയാസ്, ബൈജു തോമസ്, സഹ്ല KH, സിസ്റ്റർ ജിസ പുതുശ്ശേരി, പാർവതി ഉണ്ണികൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ സിസ്റ്റർ സിനി പാറയ്ക്കൽ, വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ ജോമോൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. 111ന്റെ നിറവിൽ സ്മാർട്ടായി എസ്തപ്പാനോസ്. 1917 ജനിച്ച എസ്തപ്പാനോസ് 4 തലമുറയായി ജീവിച്ചിരിക്കുന്നതിന്റെ മഹാഭാഗ്യത്തിലാണ്. കഠിനാധ്വാനം കൊണ്ട് ജീവിതശൈലി രോഗങ്ങളോ മരുന്നോ ഇല്ല ഈ മുതുമുത്തശ്ശന്. ന്റെ നിറവിൽ സ്മാർട്ടായി ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് എസ്തപ്പാനോസ്.
ചേലാട് കർഷക കുടുംബത്തിൽ 1091 മിഥുനം 20 അതിരമ്പുഴയിൽ A.A. എസ്തപ്പാനോസ് എന്ന ഈ മുതുമുത്തച്ഛന്റെ ജനനം. മുതുമുത്തച്ഛന് ഇപ്പോഴും ഒറ്റ ആഗ്രഹമേയുള്ളൂ, പറമ്പിലിറങ്ങി കൃഷിവേലകൾ ചെയ്യണം, പരിസരം വൃത്തിയാക്കണം. അതാണ് ആനന്ദം. 10 മക്കളും 12 കൊച്ചുമക്കളും അവരുടെ 7 മക്കളും ഉൾപ്പെടെ വലിയൊരു തറവാടിന്റെ കാരണവരാണ് ഇന്ന് എസ്തപ്പാനോസ്. ഇളയ മകൻ തങ്കച്ചനൊപ്പം മൂവാറ്റുപുഴ മേക്കടമ്പിലാണ് താമസം. 2 വർഷം മുമ്പ് വീടിനുള്ളിൽ തെന്നി വീണതിനാൽ നടക്കാൻ അല്പം പ്രയാസമുണ്ട്. അതല്ലാതെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളൊന്നുമില്ല. 4ാം ക്ലാസ് വരെ പഠിച്ച എസ്തപ്പാനോസ് ചെറുപ്പം മുതൽ നെൽകൃഷിക്കായി കാളയെ പൂട്ടുന്നതും റബ്ബർ വെട്ടുന്നതും ഉൾപ്പെടെ എല്ലാ ജോലികളും ചെയ്തിരുന്നു. പുലർച്ചെ 4 മുതൽ അന്തിയോളം പാടത്തും പറമ്പിലും പണിയെടുത്തിരുന്നു. തമരുകൊണ്ട് കരിങ്കലടിച്ചു പൊട്ടിക്കൽ തുടങ്ങി കായികാധ്വാനം ഏറെയുള്ള ജോലികളും ചെയ്തിരുന്നു. അതുകൊണ്ടാവാം ജീവിതശൈലി രോഗങ്ങൾ പോലും വരാതിരുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അപ്പോഴത്തേനും ആ കണ്ടം കൃഷിയായിരുന്നു മെയിനായിട്ട്. നെൽകൃഷി, അത് കഴിഞ്ഞ് നായാട്ടിന് പോകുമായിരുന്നു ആ കാലഘട്ടം. പിന്നെ പാറ പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. പാറ പൊട്ടിക്കാൻ തമരടിച്ച് പാറ പൊട്ടിക്കുകയാണ്. പിന്നെ കൃഷിപ്പണിയാണ് മെയിനായിട്ടുള്ളത്. പാറ പൊട്ടിക്കുക സൈഡായിട്ട് ചെയ്യും. പിന്നെ അധ്വാനമാകത്ത് ഫുൾ ടൈം അതാണ് അപ്പച്ചന്. നേരമ്പോക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകം നേരമ്പോക്ക് പണിയാൻ മാത്രം. അപ്പച്ചന് 10 മക്കൾ. 10 മക്കളിൽ അത് 2 കൂടി മക്കളാണ്. അതായത് അപ്പൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ട് അപ്പൻ 2ാമത് കല്യാണം കഴിച്ചില്ല. അതിൽ ആദ്യ ഭാര്യയിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടിയെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഒരു കുട്ടി 2-3 വർഷം മുന്നേ മരിച്ചു. 2ാമത്തെ കുടിയിൽ പറഞ്ഞോണം 6 മക്കൾ. 6 മക്കളിൽ ഒരു കുട്ടി നേരത്തെ മരിച്ചുപോയി. ബാക്കിയുള്ളവർ 10-18 വർഷമായിട്ടുണ്ട്. ഒരാൾ മരിച്ചിട്ട്, മറ്റേ ആൾ കഴിഞ്ഞ 5 വർഷം മരിച്ചു. ഉണക്കക്കപ്പയും കട്ടൻ ചായയുമായിരുന്നു അടുത്ത കാലം വരെയുള്ള പ്രാതലെങ്കിൽ ഇപ്പോഴത്തെ മെനുവിൽ പുഴുങ്ങിയ 2 ഏത്തപ്പഴമാണ്. ഉച്ചയ്ക്കും വൈകിട്ടും സാധാരണ ഭക്ഷണവും. 2 ഭാര്യമാരിലായി 10 മക്കളാണുള്ളത്. ആദ്യ ഭാര്യ ഏലമ്മയുടെ മരണശേഷം മറിയാമ്മയെ വിവാഹം കഴിക്കുകയായിരുന്നു. 2013 മറിയാമ്മയും വിട പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന മക്കളിൽ മൂത്തയാൾ എബ്രഹാമിന് 82 വയസ്സായി. ഇളയ മകൻ തങ്കച്ചന് 58. മുത്തച്ഛന് ജന്മദിനം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. ഇത്രയും വയസ്സായിട്ടുള്ളൊരു ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അപൂർവങ്ങളുടെ അപൂർവമാണെന്ന് പറയാനുള്ളൂ. അപ്പോൾ നമ്മളൊരു റെക്കോർഡ് സ്ഥാപിക്കുന്ന രീതിയിൽ നല്ലൊരു കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. 46 പേരടങ്ങുന്ന കുടുംബത്തിൽ 4 തലമുറയായി ജീവിച്ചിരിക്കുന്നതിന്റെ മഹാഭാഗ്യത്തിലാണ് ഇവർ. കോതമംഗലത്തിന് സമീപം നെല്ലിമറ്റത്ത് കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാവിലെ 10ഓടെയുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. കോതമംഗലത്തിന് സമീപം നെല്ലിമറ്റത്ത് കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. നെല്ലിമറ്റം മില്ലുംപടിയിൽ വെള്ളിയാഴ്ച രാവിലെ 10ഓടെയാണ് കാറും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ സഞ്ചരിച്ച മിനി ലോറിയും ഇടുക്കി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന ഇടുക്കി സ്വദേശി സാബുവിനും ഭാര്യയ്ക്കും മകൾക്കും മിനി ലോറിയിലുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ സാബുവിനെയും ഭാര്യയെയും മകളെയും കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റുള്ളവർ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ലയൺസ് ക്ലബ് കോതമംഗലം ഈസ്റ്റ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. വാർഷികത്തിന്റെയും സേവന പദ്ധതികളുടെയും ഉദ്ഘാടനം ഷിബു തെക്കുംപുറം MLA നിർവഹിച്ചു. ലയൺസ് ക്ലബ് കോതമംഗലം ഈസ്റ്റ് വാർഷികവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ ജീവകാരുണ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. വാർഷികത്തിന്റെയും സേവന പദ്ധതികളുടെയും ഉദ്ഘാടനം ഷിബു തെക്കുംപുറം MLA നിർവഹിച്ചു. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സന്നദ്ധ സംഘടന എന്ന നിലയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിൽ
തിളക്കമാർന്ന പ്രവർത്തനമാണ് ലയൺസ് പ്രസ്ഥാനം കാഴ്ചവെച്ചത്. എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലന മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, അതോടൊപ്പം തന്നെ മറ്റ് തൊഴിൽ ലഭ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ലയൺസ് ക്ലബ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും. സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് മത്തായി നിർവഹിച്ചു. സ്കൂൾ ബാഗ് വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് നടത്തി. തുടർന്ന് ജനപ്രതിനിധികളുടെയും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് തങ്കൻ പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ ചെയർമാൻ ലൈജു ഫിലിപ്പ്, സോൺ ചെയർമാൻ സെബാസ്റ്റ്യൻ സേവ്യർ, ഡോക്ടർ കുക്കു മത്തായി, സിജോ ജേക്കബ്, മനീഷ് എ കെ, ജി രാജു, ജോൺസൺ ഐസക്, റീജിയൻ സെക്രട്ടറി ജോർജ് എടപ്പാറ, സജീവ് കെ ജി കാഞ്ഞിരക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. MCS ഹോസ്പിറ്റൽ, we take care of your health. മൂവാറ്റുപുഴ ഗ്ലോബൽ വില്ലേജ് ലയൺസ് ക്ലബിന്റെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ക്ലബിന്റെ 2026 വർഷത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ലയൺസ് ഗവർണർ KB ഷൈൻകുമാർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് മുഖ്യാതിഥിയായി. KP കൃഷ്ണൻ പ്രസിഡന്റായും OK വിവേകിതൻ സെക്രട്ടറിയായും വൈശാഖ ഷാജി ട്രഷററായും ചുമതലയേറ്റു. ലേഡീസ് ഫോറം ഭാരവാഹികളും ചുമതലയേറ്റു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മൂവാറ്റുപുഴയിൽ 2 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 11:30ഓടെയാണ് അപകടം. കൂത്താട്ടുകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് പെട്ടെന്ന് വെട്ടിക്കുകയായിരുന്നു. ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ കാർ ഡ്രൈവർ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നും വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ ആയവന മണിക്കുഴിയിൽ MV മാണി നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 3-ന് ആയവന തിരുഹൃദയ പള്ളിയിൽ. ഭാര്യ അന്നക്കുട്ടി ആയവന കിഴക്കേടത്ത് കുടുംബാംഗമാണ്. മക്കൾ ഷെർജി ഡെന്നി, പരേതയായ മിനി ജോയി, സിസ്റ്റർ റെജിൻ മണിക്കുഴി SH, ജോസ് മാനുവൽ, പരേതയായ പ്രിയ ജിനോമോൻ, ജോബിഷ് മാനുവൽ, മരുമക്കൾ പരേതനായ ഡെന്നി ജോർജ്, പോൾ, ഷീജ ജോസഫ്, ജിനോമോൻ തോമസ്, ജാസ്മിൻ ജോസ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.